ഒക്ടോബർ 12 മനുഷ്യ ചരിത്രത്തിൽ വളരെയേറെ സ്ഥാനമുള്ള ഒരു ദിവസമാണ് ഇത്. യൂറോപ്യൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് യൂറോപ്പിന് പുറത്ത് ഒരു സ്ഥലം കണ്ടെത്തിയ ദിവസമാണ് ഇത്. കൃത്യമായി പറഞ്ഞാൽ 1492 ഒക്ടോബർ 12-ന്. പിൽക്കാലത്ത് ലോകം മുഴുവൻ ലക്ഷ്യമിട്ടുള്ള യൂറോപ്യൻ പര്യവേഷക സംഘങ്ങളുടെ പടയോട്ടത്തിന് തുടക്കമിട്ടത് ഈ ചരിത്ര സംഭവമാണ്. ഏജ് ഓഫ് ഡിസ്കവറി എന്ന് യൂറോപ്യന്മാർ വാഴ്ത്തുന്ന ഒരു യുഗത്തിൻ്റെ ആരംഭം. ലോകമെങ്ങും യൂറോപ്പിൻ്റെ കോളനിവൽക്കരണം നടപ്പായതിന് പിന്നിൽ ഈ യാത്ര വഹിച്ച പങ്ക് ചില്ലറയല്ല. ഇറ്റലിയിലെ ജനോയിൽ 1451-ലാണ് കൊളംബസ് ജനിച്ചത്. കമ്പിളി നിർമ്മാണ തൊഴിലാളിയായ ഡൊമിനിക്കോ കൊളംബിയുടെയും സൂസന്നയുടെയും മൂത്ത പുത്രനായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ കപ്പൽ യാത്ര കൊളംബസിന് ഹരമായിരുന്നു. തൻ്റെ 26-ാം വയസ്സിൽ തന്നെ ഐസ്ലാൻഡിലേക്ക് അദ്ദേഹം ഒരു സാഹസിക യാത്ര നടത്തിയിരുന്നു. അക്കാലത്ത് യൂറോപ്പിൽ ഏഷ്യയെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകളാണ് കേട്ടിരുന്നത്. ഈ കഥകളിൽ കൊളംബസും ഏറെ ആകർഷിക്കപ്പെട്ടു. ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ എണ്ണിയാലൊടുങ്ങാത്ത സമ്പത്ത്, സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കുന്നുകൂടി കിടക്കുന്ന മറ്റ് ഏഷ്യൻ ദ്വീപുകൾ. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന സാഹസികനെ യാത്രയ്ക്ക് പ്രേരിപ്പിക്കാൻ ഈ കാര്യങ്ങൾ തന്നെ ധാരാളമായിരുന്നു. അക്കാലത്ത് തെക്കനേഷ്യയിലേക്കുള്ള കടൽമാർഗം യൂറോപ്യന്മാർക്കറിയുമായിരുന്നില്ല. ഇതിനായി കൊളംബസ് കണക്കുകൂട്ടലുകൾ നടത്തി. പക്ഷേ ആ കണക്കുകൾ തെറ്റി. ഏഷ്യ എന്ന് അദ്ദേഹം ഗണിച്ച സ്ഥലം ഇന്നത്തെ വടക്കേ അമേരിക്കയായിരുന്നു. തൻ്റെ പദ്ധതിയുമായി കൊളംബസ് പോർച്ചുഗലിൻ്റെ രാജാവിനെ കണ്ട് സംസാരിച്ചെങ്കിലും അനുകൂലമായ മറുപടി ലഭിച്ചില്ല. എന്നാൽ നിരാശനാകാതെ സ്പെയിനിലെത്തിയ അദ്ദേഹം അവിടുത്തെ രാജാവായ ഫെർഡിനാൻഡിനെയും റാണി ഇസബെല്ലയെയും കാര്യം ധരിപ്പിച്ചു. പിന്നീട് രാജാവ് സമ്മതം മൂളി. കൊളംബസിൻ്റെ യാത്രയുടെ ചെലവ് സ്പെയിൻ വഹിക്കാമെന്ന് കരാറായി. മുന്നിൽ കിടക്കുന്നത് അതിസാഹസികമായ യാത്രയാണെന്ന് കൊളംബസിന് നന്നായി അറിയാമായിരുന്നു. എങ്കിലും അത് കഴിഞ്ഞാൽ കിട്ടുന്ന പണം, പദവി തുടങ്ങിയ നേട്ടങ്ങൾ കൊളംബസിന് ശക്തി പകർന്നു. 1492 ഓഗസ്റ്റിൽ സ്പെയിനിലെ പാലോസ് തുറമുഖത്ത് നിന്ന് സാന്റാ മാരിയ, പിൻറ്റ, നിന എന്നീ കപ്പലുകളിലായി കൊളംബസ് യാത്ര തിരിച്ചു. സ്പെയിന് തെക്കുള്ള കാനറി ദ്വീപുകളിൽ എത്തിയ ശേഷം പടിഞ്ഞാറേക്ക് യാത്ര തിരിച്ചു. കടലിൽ ഒട്ടേറെ സാഹസിക മുഹൂർത്തങ്ങൾ കൊളംബസിനും സംഘത്തിനും നേരിടേണ്ടി വന്നു. മാസങ്ങളോളം കര കാണാതെയുള്ള യാത്ര നാവികരെ അസ്വസ്ഥരാക്കി. ഒക്ടോബർ 10 ആയപ്പോഴേക്കും നാവികർ ഒരു സംഘർഷത്തിൻ്റെ വക്കിലെത്തിയിരുന്നു. പക്ഷേ കൊളംബസിൻ്റെ ഭാഗ്യം. ഒക്ടോബർ 12-ന് ബഹാമസിലെ വാൾവിൽ ദ്വീപിൽ അദ്ദേഹത്തിൻ്റെ കപ്പൽ എത്തിച്ചേർന്നു. പിൽക്കാലത്ത് അമേരിക്കൻ വൻകരകൾ അറിയപ്പെട്ടത് നവലോകം അഥവാ ന്യൂ വേൾഡ് എന്നാണ്. ഈ ന്യൂ വേൾഡിലേക്കുള്ള ഒരു യൂറോപ്പുകാരൻ്റെ ആദ്യ ചുവടുവയ്പ്പായിരുന്നു അത്. പിന്നീട് കൊളംബസ് ക്യൂബ കണ്ടെത്തി. പക്ഷേ അത് ചൈനയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. താൻ പുതിയതായി കണ്ടെത്തിയ പ്രദേശങ്ങൾ ഏഷ്യയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ. അവിടെ നിന്നുള്ള സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും അടിമകളുമായി തിരിച്ച് യൂറോപ്പിലെത്തിയ കൊളംബസിന് വിരോചിത സ്വീകരണമാണ് ലഭിച്ചത്. പിന്നീട് 4 തവണ കൂടി അദ്ദേഹം നവലോകത്തേക്ക് കപ്പൽ യാത്ര നടത്തി. കരീബിയൻ ദ്വീപുകളും തെക്കൻ മധ്യ അമേരിക്കൻ കരപ്രദേശവുമെല്ലാം അദ്ദേഹം ഈ യാത്രകളിൽ സന്ദർശിച്ചു. ഏഷ്യ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും വലിയ നേട്ടം യൂറോപ്പിന് കൊളംബസ് സമ്മാനിച്ചു. അമേരിക്കൻ വൻകരയിൽ നിന്നുള്ള അളവറ്റ സ്വത്ത് പിൽക്കാലത്ത് സ്പെയിനിനെ ലോകത്തെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയാക്കി മാറ്റി. കൊളംബസിൻ്റെ യാത്രകളിൽ ആവേശഭരിതരായ ഒട്ടേറെ നാവികർ യൂറോപ്പിലെ തുറമുഖങ്ങളിൽ നിന്നും തങ്ങളുടെ കപ്പലുകൾ നീറ്റിലിറക്കി. വാസ്കോ ഡ ഗാമയും മഗല്ലനുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.